ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 19. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണാം തമാഹുഃ പണ്ഡിതം ബുധാഃ. വിവർത്തനം: ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനിയെന്നു മനസ്സിലാക്കണം. ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. ഭാവാർത്ഥം: കൃഷ്ണാവബോധമാർന്നവരുടെ പ്രവർത്തികൾ തികച്ചും മനസ്സിലാക്കാൻ അഭിജ്ഞർക്കേ സാധിക്കൂ. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഒരു തരത്തിലും ഇന്ദ്രിയ തൃപ്തിക്കുള്ള വാസന ഇല്ലാത്ത ഒരാളാകയാൽ അയാൾ സ്വകർമ്മഫലങ്ങളെല്ലാം തൻ്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസനാണെന്ന ജ്ഞാനത്താൽ ഭസ്മീകരിച്ചു എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള പൂർണ്ണജ്ഞാനം ലഭിച്ച ഒരാൾ യഥാർത്ഥ പണ്ഡിതനാണ്. ഭഗവത് ദാസ്യത്തെക്കുറിച്ചുള്ള ഈ ജ്ഞാനത്തിൻ്റെ വികാസം അഗ്നിയുടേതുപോലെയാണ്. ഒരിക്കൽ ജ്വലിച്ചു കിട്ടിയാൽ കർമ്മപ്രതികരണങ്ങളെയെല്ലാം അത് ചാമ്പലാക്കും. ശ്ലോകം 20. തെക്ത്വാ കർമ്മബലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ. വിവർത്തനം: തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനുമായിരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഭാവാർത്ഥം: സർവപ്രവർത്തനവും കൃഷ്ണാവബോധത്തോടെ കൃഷ്ണനു വേണ്ടി ചെയ്യുമ്പോൾ മാത്രമേ കർമ്മബന്ധത്തിൽ നിന്നുള്ള മോചനം ലഭിക്കൂ. ആ നിലയിൽ ഭക്തൻ പരിശുദ്ധമായ ഭഗവത് പ്രേമത്തോടെ മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലങ്ങളിൽ ആസക്തനല്ല. തൻ്റെ നിലനിൽപ്പ് പോലും അയാൾക്ക് പ്രശ്നമല്ല. അതെല്ലാം കൃഷ്ണന് അധീനമാണ്. ഏതെങ്കിലും ഒന്ന് നേടാനോ കൈവശമുള്ളത് സൂക്ഷിക്കാനോ അയാൾക്ക് വെമ്പലില്ല. തന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ തൻ്റെ കർത്തവ്യം നിർവഹിക്കും. ശേഷം കൃഷ്ണന്റെ അഭീഷ്ടത്തിനു വിടും. അങ്ങനെ അനാസക്തനായ ഒരാളെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ നല്ലതായാലും ചീത്തയായാലും ഒരിക്കലും ബാധിക്കില്ല. അയാൾ കർമ്മവിമുക്തനാണെന്ന് തന്നെ പറയാം. അകർമ്മം അഥവാ ഫലോന്മുഖമാകാത്ത പ്രവർത്തനം എന്നതിൻ്റെ ലക്ഷണമാണിത്. കൃഷ്ണാവബോധപൂർവമല്ലാതെ ചെയ്യപ്പെടുന്ന മറ്റു കർമ്മങ്ങൾ കർത്താവിനെ ബന്ധിക്കുന്നവയാണ്. മുൻപറഞ്ഞ വികർമ്മത്തിൻ്റെ സ്വഭാവമാണത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.